ഇന്ന് നമുക്ക് നോയൽ ടസറിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന 5850 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം, നമുക്കൊരു അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. വന്നിരിക്കുന്ന ഒരു റെഡിൽ വന്നിരിക്കുന്ന ടോണാട്ടോ. റെഡിൻ്റെ ടോൺ എന്ന് പറഞ്ഞാൽ അല്പം ഒരു മെറൂൺ ചേർന്ന്, അതായത് ഒരു ചില്ലി റെഡൊക്കെ പോലെയുള്ള ഒരു റെഡാട്ടോ, ഭയങ്കര ബ്രൈറ്റ് റെഡ് അല്ല. അതിൻ്റെ ബോഡിയിൽ ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ വർക്ക്, ഫുൾ ബോഡി ഇങ്ങനെ വരും. നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ. നമുക്ക് ഈ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ടെങ്കിലും സാരി നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് മുന്താണിയുടെ പാറ്റേൺ വരുന്നത്. മുന്താണി ശരിക്കും ഈ ഒരു വർക്കിൻ്റെ ഭാഗം മുന്താണിയിലേക്ക് വന്നിട്ട് അതിൻ്റെ ജസ്റ്റ് എൻ പോർഷനിൽ ഇതേപോലെ ഒരു ജൂട്ട് വ്യൂ പോലെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് വർക്ക് വരുന്നത്. ഇത് കണ്ടോ, നമ്മൾ ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്ത് ഇതേപോലെയാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ് നോയൽ ടസറിൽ വന്നിരിക്കുന്ന സാരീസ്. പിന്നെ അടുത്തത് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ സ്ലീവിൽ ഈ ഒരു വർക്ക് വരുന്ന ബ്ലൗസ് പീസ്. ഇങ്ങനെയാണ് സാരിയുടെ ഒരു ഓവറോൾ വ്യൂ വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കുത്തുന്ന ഭാഗത്ത് വർക്ക് ഉണ്ടാവില്ല, ബാക്കി ഭാഗത്തെല്ലാം നമുക്ക് വർക്ക് കാണും. 5850 റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ സാരീസ്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബ്ലാക്ക്, നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ടോൺ ആട്ടോ. അതിനകത്തത് ഇങ്ങനെ ഈ ഒരു എംബ്രോയിഡറി വർക്ക്. അതിൻ്റെ മുന്താണിയുടെ പാറ്റേൺ അല്പം ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ മുന്താണി ഇങ്ങനെയാട്ടോ വന്നിരിക്കുന്നത്. ഒരു ജൂട്ട് വ്യൂ പാറ്റേണും ഒരു സെറി വ്യൂ പാറ്റേണും കൂടെ ഒരു ബോർഡർ ലൈൻ കൊടുത്ത് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുന്താണി വന്നിരിക്കുന്നത്. ബോഡി വരുമ്പോൾ ഇതേപോലെയാണ് ബോഡി വരുന്നത്. ഫുൾ ബോഡി ഈ ഒരു എംബ്രോയിഡറി വർക്ക്. പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്ത് ഞാൻ ആദ്യത്തെ സാരിയിൽ കാണിച്ചതുപോലെ തന്നെ. അടുത്തത് വരുന്നത് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ്. ലെമൺ യെല്ലോ ഷെയ്ഡ്. ഇതിൻ്റെ മുന്താണി ചിലതിൻ്റെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ച റെഡിൻ്റെ കാണിച്ചില്ലേ, അതേപോലെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് മുന്താണി. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ബ്ലൗസിൻ്റെ വർക്കും പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോഴുള്ള വർക്കും ഒക്കെ സെയിം തന്നെ. ഇത് കണ്ടോ, ഇതാണ് സ്ലീവെൻറ്റിൽ വരുന്ന വർക്ക്. ഒരു ലെമൺ യെല്ലോ ഷെയ്ഡ്. അടുത്തത് വരുന്ന അതിൻ്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ. അതിൻ്റെ മുന്താണി ഇങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ മുന്താണിയുടെ പാറ്റേൺ വരുന്നത്. മുന്താണിയുടെ പാറ്റേൺ മാത്രമേ ചിലതിൽ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ബ്രൗൺ. അതിൻ്റെ മുന്താണി ഇങ്ങനെയാണ് വരുന്നത്, ബ്രൗൺ ഷെയ്ഡ്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു റാണി പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ഷെയ്ഡ്. റാണി പിങ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു മജന്തയുടെ അത്രയും ഡാർക്ക് അല്ല കേട്ടോ, കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിങ്ക്, നല്ലൊരു ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ്. അടുത്തത് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ. അതിൻ്റെ മുന്താണി ഇങ്ങനെ വരും. ബാക്കിയെല്ലാം സെയിം തന്നെ, പേസ്റ്റൽ ഗ്രീൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ നോയൽ ടസറിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.